ഹായ് ഓൾ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു ഒരു ഈവനിങ് കം നൈറ്റ് വ്ളോഗ് പറ്റിയാൽ നാളത്തെ കുറച്ച് വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന പണികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാത്രങ്ങൾ നമ്മൾ കുറേ എടുത്ത് ഉള്ളിയെടുത്ത് കഴുകിയ പാത്രങ്ങൾ ഉണങ്ങിയത് എടുത്ത് വെക്കാൻ ബാക്കിയുണ്ട്. ഒപ്പം നമുക്ക് എന്താ പറയുക, നാളത്തേക്ക് രാവിലത്തേക്ക് വേണ്ടിയിട്ട് ആദ്യക്കൂട്ടിനെ ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് കുഴയ്ക്കണം. പിന്നെ കിഴങ്ങ് നമുക്കൊന്ന് പുഴുങ്ങി മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലത്തേക്ക് എളുപ്പമാണ് അവൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല, എന്താ ചെയ്യേണ്ടത് ഏതാണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, എളുപ്പം നമ്മുടെ പണികളൊക്കെ നമുക്ക് തീർന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കണം നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മാവ് കുഴച്ച് വെക്കാം. ചപ്പാത്തി മാവ് ഒന്ന് നമുക്ക് പാത്രങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കണം. പിന്നെ വൈകിട്ടത്തെ ചോറ് കറികളൊക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ അജുട്ടൻ അമ്മ പൊങ്കാലിക്ക് പോയപ്പോൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ മാത്രമേ ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ആദ്യക്കൂട്ടൻ ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള കുറച്ച് അച്ചാറുണ്ട്, കുറച്ച് കറിയുണ്ട്, കുറച്ച് മോര് കറിയുണ്ട്, കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ളതായി അത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കണം. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. പിന്നെ എന്താണ്, അതുപോലെ ആദ്യക്കൂട്ടിൻ്റെ യൂണിഫോമൊക്കെ എടുത്ത് തയ്യാറാക്കി സോഫയിൽ വെക്കണം, അല്ലെങ്കിൽ രാവിലെ മൊത്തത്തിൽ ജഗപോകയായിരിക്കും. അപ്പോൾ അത് ചെയ്യണം. പ്ലസ് നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ എന്ത് വരുന്നു, പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കിഴങ്ങ് പുഴുങ്ങണം. ആദ്യം കിഴങ്ങ് പുഴുങ്ങാൻ കുക്കറിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവ് കുഴച്ച് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ തൽക്കാലത്തെ പരിപാടികൾ. പിന്നെ നമുക്ക് നോക്കാം നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ എത്രത്തോളം വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ശ്രമിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാം, പണിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങിയെന്ന് വെച്ചാൽ പാലൊട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അജൂട്ടൻ വരുമ്പോൾ സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ അതാകുമ്പോൾ ഒരുമിച്ച് ഞാൻ 4 ലിറ്റർ ഒരുമിച്ച് വാങ്ങിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് ഓരോ പാക്കറ്റായിട്ട് എടുക്കുക പതിവ്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് അങ്ങനെ ഇത് പാല് മാത്രം വാങ്ങിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ പോകാൻ പറ്റാത്ത കാരണം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിയുമ്പോൾ വെളിയിലത്തെ കടയിൽ നിന്ന് 1 ലിറ്ററായിട്ട് അവനെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പാല്. അങ്ങനെ അത് 1 ലിറ്റർ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാനത് കാച്ചാൻ വെച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു. പിന്നെ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു കിഴങ്ങ്. പക്ഷേ ഞാൻ വെച്ചു പിന്നെ അതിനേക്കാൾ നല്ല 2-3 കിഴങ്ങേ വേണ്ടു. ചെറിയ പാത്രത്തിൽ വെക്കാമെന്നുകൊണ്ട് ഞാൻ പിന്നെ ചെറിയ പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പാത്രം കാണിച്ചു തന്നുകൊണ്ടിരിക്കുമ്പം തിളച്ച് വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു കയ്യിൽ നിന്ന് വെളിയിൽ പോയിട്ട് അതൊക്കെയായിരുന്നു തുടയ്ക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ മാവൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കുഴയ്ക്കാൻ എടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം എടുത്തിട്ട് ഞാനങ്ങ് കുടിച്ച് തീർത്തു. കാരണം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം മാവ് നമ്മൾ കുറേ നേരം പ്രഷർ കൊടുത്ത് നമ്മൾ കുഴച്ചാലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഒത്തിരി പ്രഷർ കൊടുക്കുമ്പോൾ തല കറങ്ങാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. അപ്പം കിഴങ്ങൊക്കെ ഒന്ന് കുത്തി നോക്കി വെന്തോ എന്നുള്ളത്. അപ്പം നമുക്കതിൽ വെന്തു, പക്ഷെ കുറച്ചുകൂടി വെള്ളം വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അടച്ചു വെച്ചു. അതുപോലെ തന്നെ ഒപ്പം ഞാൻ പാത്രങ്ങളും കഴുകി വെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ചോറ് എടുത്തിട്ട് ബാക്കി ഇരിപ്പണം ചോറ് എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നേരത്തെ പണി തീർത്ത് അവനെ പഠിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനിടയിൽ കൂടെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഈ പാലിൻ്റെ ആട എടുത്തിട്ട് വെച്ചിട്ട് പാത്രം കഴുകുമായിരുന്നു. നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രീസറിലെടുത്ത് വെക്കുമായിരുന്നു. അങ്ങനെ ഓരോരോ പണികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി മാവ് എപ്പോഴും കുഴച്ച് ഒരു പാത്രത്തിലാക്കി അടച്ചു വെക്കുകയാണ് പതിവ്. കാരണം എന്താ വെച്ചാൽ അത് വലിയ പാത്രത്തിൽ വെക്കുമ്പം നമുക്ക് അത്രയും സ്ഥലം വേസ്റ്റ് അല്ലേ, അതുകൊണ്ട്. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, കുറച്ച് പപ്പടം എടുത്ത് വറുത്ത് വെച്ചു. കാരണം എന്താ വെച്ചാൽ പപ്പടം വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണിയും കൂടെ തീരില്ല, ഞാൻ ആദ്യക്കുട്ടിനെ പഠിപ്പിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പനീർ, ഇപ്പോഴത്തെ പുതിയൊരു ഞങ്ങളുടെ ഒരു ഇഷ്ടമാണ് ഈ പനീർ വറുത്ത് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കഴിക്കുന്നതിന് മുമ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചോറൊക്കെ വറുത്തു. അങ്ങനെ ചൂടെടുത്തിട്ട് അങ്ങോട്ട് നടക്കുമായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് അടുത്ത് വെച്ചിട്ട് നമ്മൾ പപ്പടം എടുത്ത് വറുത്ത് വയ്ക്കുക ചെയ്തു. പപ്പടം എന്ന് വെച്ചാൽ നാടൻ പപ്പടമല്ല, നമ്മളിവിടെ ഗുജറാത്തി പപ്പടമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളൊന്ന് പൊട്ടിച്ച് 2 പപ്പടം എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വറുത്ത് കഴിയുമ്പോൾ നല്ലോണം വലിപ്പം വരുന്ന പപ്പടം കേട്ടോ, ഹെവി ആയിട്ടുള്ള പപ്പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് പൊട്ടിച്ചിട്ട് വറക്കാനും പറ്റുള്ളൂ. എണ്ണ ഫുള്ള് ഉണ്ടായിരുന്നില്ല, വെറുതെ എണ്ണ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ള എണ്ണയ്ക്കകത്ത് നമ്മൾ അത് പൊട്ടിച്ചിട്ടാണ് വറക്കുന്നത് കേട്ടോ. ഭയങ്കര വലുതാണ്, ചീഞ്ചട്ടിക്കൊന്നും വരത്തില്ല. ഒരു ചെറിയ കഷ്ണം നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ നല്ല വീർത്തിങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളത് വറുത്ത് ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം കവറിലേക്ക് നമ്മളെടുത്ത് വെക്കണം. ഒന്ന് ചെറുതായി തണുത്ത ശേഷം. എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായി ഒത്തിരി അങ്ങ് തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാ പപ്പടം പോലെ സോഫ്റ്റ് ആവുകയല്ല ചെയ്യുക. ഇത് ഭയങ്കരമായിട്ട് അങ്ങ് വലിഞ്ഞ് മുറുകുന്ന പോലെ ഒരു വലിവ് ഫീൽ ചെയ്യുക. അതുകൊണ്ട് ഞാൻ വറുത്ത സൈഡിൽ വെക്കേണ്ട, ഒന്ന് ചൂട് മാറാൻ വേണ്ടി മാത്രം.
ഫ്രണ്ട്സ്, അപ്പോൾ 7 o'clock വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ആദ്യം ഇവിടുന്ന് 6:30 കുളിച്ച് വിളക്ക് വെച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. 7:30 ആവാനായി ഇതുവരെ വന്നില്ല. അപ്പോൾ ഞാൻ താഴെ തന്നെ പോയി വിളിക്കട്ടെ, ഇല്ലെങ്കിൽ ശരിയാവില്ല. കാരണം പഠിക്കണമല്ലോ, അതുകൊണ്ട്. അവനെ കളിക്കാൻ വിടാത്തതിൻ്റെ കാരണം തന്നെ ഇതാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിൽ വരാം, 1 മണിക്കൂറിൽ വരാമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ പ്രതീക്ഷിക്കുകയേ വേണ്ട നമ്മൾ. പിന്നെ നമ്മളിങ്ങനെ പുറകെ പോകണം. അങ്ങനെ മനുഷ്യനായിട്ട് കളിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനെ ഞാൻ പുറകെ പോയി ഇവിടെ നിന്ന് നിലവിളിച്ച്, അങ്ങനെ നമ്മുടെ പാർക്കിൻ്റെ ഇവിടെ നിന്ന് നിലവിളിച്ച്, പിന്നെ അവിടെ നിന്ന് അവൻ കണ്ടു നമ്മളെ. അപ്പോൾ അവൻ പതുക്കെ വന്ന് സൈക്കിളൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ പതുക്കെ വന്നു കയറി. എന്നോട് ചോദിക്കുക എന്താ വീഡിയോ എടുക്കണം, എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചിരിച്ചിട്ട് അവനറിയാം എൻ്റെ നിന്ന് തല്ല് കിട്ടുന്നത്. പിന്നെ വീഡിയോക്കകത്ത് തല്ലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ട് ആശാൻ പതുക്കെ സോപ്പിടുമായിരുന്നു എന്നെ. അങ്ങനെ പിന്നെ ആൾ സൈക്കിളൊക്കെ ലോക്ക് ചെയ്ത് അങ്ങനെ എൻ്റെ കൂടെ വന്നു. അപ്പോൾ പതുക്കെ വേഗം ആൾ ലിഫ്റ്റ് ഓൺ ചെയ്ത് അങ്ങനെ അതിനകത്തോട്ട് കയറി. അങ്ങനെ പിന്നെ ഞാനും ലിഫ്റ്റിലേക്ക് കയറി ഞങ്ങൾ മേളിലോട്ട് വന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബുക്ക് എടുത്ത് പഠിക്കണം പോയിട്ട്. ബുക്ക് എടുത്തിട്ട് വാ, കൈ കഴുകി വന്നിട്ട് ബുക്ക് എടുത്തിട്ട് ഞാനേ എൻ്റെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു ഞാൻ. അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു വന്നിരുന്ന് പഠിക്കുക, കാലം മുഖം കഴുകി വന്നിരുന്ന് പഠിക്കുകയെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പോയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ ഫോണിൻ്റെ ചാർജർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ ചാർജറൊക്കെ എടുത്തിട്ട് വന്ന് ചാർജറൊക്കെ കുത്തി വെച്ചു. ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു. കുറേ സമയമെടുക്കും ആൾക്ക് പഠിക്കാൻ കേട്ടോ. നമ്മൾ പറഞ്ഞു ഇങ്ങനെ പുറകെ നടന്നിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ എനിക്കിങ്ങനെ ബോറടിക്കുന്നു തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കഷ്ണം പപ്പടം എടുത്തിട്ട് വന്നു. അപ്പോൾ അവന് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു അവന് വേണ്ട, വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു പഠിക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ശരിയെന്ന് പറഞ്ഞ് അവൻ ബുക്കൊക്കെ എടുത്ത് വെച്ചിരുന്ന് കുറച്ചേരം ഞാൻ അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യം ഓരോ സബ്ജക്റ്റ് എടുക്കുക, അത് എക്സാം കഴിഞ്ഞിട്ട് ഇതുവരെയുള്ള ഓരോ കാര്യങ്ങൾ നീ പഠിക്കുക, എന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു. ആദ്യം ഗുജറാത്തി തുടങ്ങി. പിന്നെ അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഗുജറാത്തി സത്യം പറഞ്ഞാൽ ഒപ്പിച്ചോട്ടോ ഞാൻ വായിക്കുന്നതൊക്കെ. അപ്പോൾ അത് കാരണം ഒരുവിധമൊക്കെ ഞാൻ അവനോട് ചോദിച്ചു എടുത്തു ഒക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് പിന്നെ വേറെ സബ്ജക്റ്റ് എടുത്തിട്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മൂക്കുത്തിയിട്ട് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിയാക്കിയിട്ട് ഞാൻ തിരിച്ചിടുമായിരുന്നു. ആദ്യ കുട്ടിന് പഠിക്കുമ്പോൾ ക്യാമറ ആണ്, അപ്പം നാണക്കേട് ഫീൽ ചെയ്യുന്നു, നാണം വരുന്നവന്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ നമ്മുടെ കിഴങ്ങ് പുഴുങ്ങി വെച്ച കിഴങ്ങ് ഞാൻ വെള്ളം കളഞ്ഞിട്ട് ചുടുവെള്ളം കളഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിച്ച് വയ്ക്കാൻ പോവാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉടയ്ക്കാനോ ഒന്നും പറ്റില്ല. എന്നിട്ട് നമുക്ക് മസാല പൊടിച്ച് ഞാൻ പച്ചമുളക് ഉള്ളി ഒന്നും ഇടില്ല, കാരണം ഉള്ളിയിട്ട് ചീത്തയാവാതിരിക്കാൻ വേണ്ടി ഉള്ളി ഇടുന്നില്ല. നാളത്തേക്കില്ല അവിടെ ഉണ്ടാക്കുള്ളൂ. അതുപോലെ പച്ചമുളക് ഞാൻ ഇടുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അവൻ എരി എന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകും ഉള്ളിയൊന്നും ഇടുന്നില്ല. അല്ലാണ്ട് നമ്മൾ മസാല മാത്രം ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മുടെ ആലു പൊറോട്ട അതിന് ഞാൻ കിഴങ്ങ് പച്ചവെള്ളത്തിൽ ഒഴിച്ചിട്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഞങ്ങളുടെ പുതിയൊരു വട്ടാണ് നമ്മുടെ പനീർ ഫ്രൈ ചെയ്തിട്ട് വെറുതെ കഴിക്കുക എന്നുള്ളത് ചോറിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പനീർ ഇരിക്കും, അത് എക്സ്പയറി കഴിഞ്ഞ് കളയേണ്ടി വരും പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പനീർ കട്ട് ചെയ്യാൻ പോകും കേട്ടോ. അങ്ങനെ ഞാൻ പനീറൊക്കെ വേഗം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് പനീറിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് ഞാൻ വെക്കുന്നുണ്ട്. അത് സെപ്പറേറ്റ് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത പണിയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഓരോരോ പണികൾ കണ്ടിന്യൂസ്ലി ചെയ്താലേ നമ്മുടെ എളുപ്പം പണി തീരുള്ളൂ. അപ്പോൾ വേഗം ഞാൻ അത് കട്ട് ചെയ്ത ശേഷം കത്തിയൊക്കെ കഴുകി അവിടെ വെച്ച് പിന്നെ പനീർ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് കൈയോടെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചു. ഞാൻ വിചാരിച്ചത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് കിഴങ്ങൊക്കെ നമുക്കൊന്ന് ഉടച്ചു വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, അവന് കുറച്ച് കഴിഞ്ഞിട്ട് മതി ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കിഴങ്ങൊക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് സ്മാഷ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനിടയിൽ കൂടെ ആദ്യക്കൂട്ടം വന്നിട്ട് ഞാൻ സഹായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വരുന്നുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു ടീക്കെ അവൻ്റെ പഠിത്തം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അവനൊക്കെ കുറച്ചൊക്കെ സഹായിച്ച് എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആക്ച്വലി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് മസാലകൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ചതച്ചത്, അതുപോലെ തന്നെ പച്ചമുളക്, ഉള്ളി എല്ലാം ഇടുമ്പോഴേ ഇതിൻ്റെ ശരിക്കും ഒരു ടേസ്റ്റ് വരുള്ളൂ. പക്ഷേങ്കിൽ ഞാനൊരു തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ
എന്താ പറയുക, ആദ്യക്കൂട്ടിന് അതൊന്നും ഇഷ്ടമല്ലാത്ത കാരണം, അല്ലെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് നാളത്തേക്ക് ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചീത്തയാവുന്നുള്ളതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞാൽ പനീർ എടുത്തിട്ട് പനീർ ഫ്രൈ ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള പൊട്ടറ്റോയും കൂടെ ഞാൻ വേഗം തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യക്കൂട്ടിന് എനിക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ മൊത്തം പൊട്ടറ്റോ എനിക്ക് അവൻ തന്നെ കേട്ടോ സ്മാഷ് ചെയ്ത് തരുന്നത്. നമ്മുടെ ഈ ഇഞ്ചിയൊക്കെ ഇടിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് അത് മേളിൽ വെച്ചിട്ട് ചതച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ട്, അപ്പോൾ ആൾ ഹാപ്പി ഇതൊക്കെ ചെയ്ത് തരുമ്പോഴേക്കും തന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ആൾ എന്താ പറയുക, എന്നോട് പറഞ്ഞു അമ്മ ഇതുകൂടെ കഴുകി വെക്കും അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു തന്നു. ഞാൻ പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ അങ്ങനെ എന്തായാലും ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് എണ്ണ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ജീരകം ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ച ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ കിഴങ്ങിട്ട് കൊടുക്കാം. സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇടുന്ന സമയങ്ങൾ പച്ചമുളക് ഇതൊക്കെ ഇടുമ്പോൾ ആദ്യം അതെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷമാണ് നമ്മൾ അതുപോലെ തന്നെ ഗ്രീൻ പീസ്, നമ്മുടെ പച്ച ഗ്രീൻ പീസ് ഇല്ലേ അത്, ഡ്രൈ ആയിട്ടുള്ള മറ്റേ ഗ്രീൻ പീസ്, അപ്പോൾ അതുകൊണ്ട് തൊലിയിൽ നിന്ന് എടുക്കുന്ന ഗ്രീൻ പീസ്, അപ്പം അങ്ങനത്തെ ഗ്രീൻ പീസ് എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യേണ്ടത്. പിന്നെ കിഴങ്ങ് ഇടുന്നു, പക്ഷെ അതൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കുറേ കാൽ ടീസ്പൂൺ വീതം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങളുടെ സൗകര്യത്തിന് ഇടാം കേട്ടോ. അപ്പോൾ അതിനകത്ത് എണ്ണ ഭയങ്കര കുറവായിട്ട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ആദ്യക്കുട്ടിയോട് പറഞ്ഞപ്പോൾ ആദ്യക്കുട്ടി 2-3 സ്പൂണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം, അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ 2-3 സ്പൂൺ എണ്ണ ആദ്യക്കുട്ടന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു മസാല കൂട്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫാനിൻ്റെ അടി വെച്ച് തണുപ്പിക്കാൻ പോവാണ്. നാളെ രാവിലെ എത്തിക്കുള്ളതല്ലേ. അതെടുത്തിട്ട് ഫാനിൻ്റെ അടി വെച്ച് തണുപ്പിക്കാൻ പോവാണ്. ആദ്യക്കുട്ടൻ ഫാൻ അടക്കം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറ് എടുത്തിരുന്നു കേട്ടോ. മോര് കൂട്ടാനും സെയിം നമ്മുടെ അച്ചാർ, പപ്പടം, അതുപോലെ പനീർ വറുത്തത്, അതുപോലെ തന്നെ കൂട്ടുകറി, ഇത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ആദ്യം കൂടെ എടുത്തിട്ട് അവിടെ പോയിരുന്ന് കഴിക്കുകയാണ്. നമ്മുടെ സോഫയിൽ പോയിരുന്ന് ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഏകദേശം കാര്യപരിപാടികൾ ഏകദേശം അവസാനിച്ചു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡേത്തെ വിശേഷങ്ങളാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. രാവിലെ എഴുന്നേറ്റു നമ്മൾ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നേ തുടങ്ങുകയാണ്. പാലടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചു, ചായക്ക് വെച്ചു. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഞാൻ എളുപ്പം കുളിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത ശേഷം നമ്മൾ ആദ്യക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചു. വെള്ളം വെച്ചു അപ്പോഴാണ് ഗൈസ് വലിയൊരു പണി കിട്ടിയത് കേട്ടോ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഞാൻ നോക്കിയപ്പം ഗ്യാസ് മിന്നി അങ്ങ് തീർന്ന്. പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു കുളിക്കാൻ അവന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, തണുപ്പുണ്ട് അത്യാവശ്യം. അപ്പം ഞാൻ പിന്നെ പച്ചവെള്ളത്തിൽ കുളിച്ചു. അപ്പം വേറെ രക്ഷയില്ലാത്ത കാരണം ഞാൻ വേഗം ഇൻഡക്ഷനിൽ വെച്ചു. അത് എന്താ ചെയ്യേണ്ടത്, പിന്നെ ആകെ മൊത്തത്തിൽ എനിക്ക് ഒന്നും അറിയാത്തൊരവസ്ഥയായി കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കിളി പോയ അവസ്ഥയാണ്. അപ്പോഴേക്കും അജുവേട്ടൻ്റെ ഫോണൊന്ന് സ്ഥിരം ആൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഫോൺ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ അതേ സമയത്ത് ആൾ ഫോൺ ചെയ്തപ്പം എന്നോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത്രയ്ക്ക് ഗുഡ് മോർണിംഗ് ഇല്ല. എന്നപ്പോൾ ആൾ ചോദിച്ചു എന്ത് പറ്റി വെച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ആദ്യക്കുട്ടിനെ ചായ വെച്ചിട്ട് ചായയും ടോസ്റ്റും കൂടെ കൊടുത്തിട്ടോ. അത് ചായയും റസ്ക്കും കൂടെ കൊടുത്തു. വേറെ വഴിയില്ലായിരുന്നു നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ടയൊക്കെ ഫ്ലോപ്പായി. എന്താ ചെയ്യുക. അങ്ങനെ ആദ്യം വന്നിട്ട് അവൻ മടിച്ച് നിൽക്കുമായിരുന്നു. അവൻ കുളിക്കാൻ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കുളിക്കാൻ വന്നിരുമ്പോൾ ഞാൻ ക്യാമറ ഓൺ ആയിരുന്നു എന്നുള്ള അവൻ അറിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അമ്മ എന്തിനാണ് എന്നോട് പറയാതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് പറയാതിരുന്ന, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഇപ്പോഴാണ് കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു ഇവിടെ. ഞാൻ പറഞ്ഞു മനഃപൂർവ്വം ഞാൻ ക്യാമറ ഓൺ ചെയ്തതല്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വലിയൊരു തല്ലുകൂടൽ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം ചീത്ത പറഞ്ഞു. ടൈം ടേബിൾ എടുത്ത് വയ്ക്കാൻ പറഞ്ഞാൽ എപ്പോഴും എടുത്ത് വയ്ക്കില്ല. അങ്ങനെ ഞാൻ തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. അങ്ങനെ പിന്നെ അവനെ പതുക്കെ ഞാൻ ഓടിച്ചു വിട്ടു അവനെ. അങ്ങനെ അവൻ പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ അവൻ്റെ എന്താ പറയുക ഫ്രൂട്ട് ബ്രേക്കിനുള്ളതൊക്കെ ആക്കി. കതവൊക്കെ അവൻ എപ്പോഴും പൂട്ടി വയ്ക്കും രാത്രി പേടിച്ച്. ഞാൻ അവൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പോയി തുറന്ന് ചായയൊക്കെ ആറ്റി അവിടെ കൊണ്ട് വെച്ച്, അങ്ങനെ ചായയൊക്കെ അരിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ട് അങ്ങനെ നമ്മൾ സോഫയുടെ അവിടെ പോയിട്ട് ഞാനും ഇരുന്നു ചായ കുടിക്കാൻ വേണ്ടി. എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടുവെള്ളം തണുക്കാനും എല്ലാത്തിനും വെച്ച് ഡയറിയിൽ സൈൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ സൈനൊക്കെ ചെയ്തിട്ട് അവൻ്റെ ബാഗിനകത്ത് ഇട്ടിട്ട് ഞാൻ പിന്നെ ചായയും ടോസ്റ്റോടെ കഴിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നല്ലൊരു പണി കിട്ടി ഫ്രണ്ട്സ്. ആദ്യ കുട്ടീനെ സ്കൂളിൽ പോകേണ്ട സമയം അവനോട് ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം നമ്മൾ എന്താ പറയുക പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആലു പൊറോട്ടയുടെ കാര്യം പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം രാവിലെ എഴുന്നേറ്റ് ഞാൻ
ഗ്യാസിൽ ആദ്യം ചുടുവെള്ളം വെക്കട്ടെ, കാരണം ഇവിടുത്തെ വെള്ളം ഭയങ്കര ഹാർഡ് വാട്ടറാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആരോയോ അതുപോലെ തന്നെ ഗീസറും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല, കാരണം എളുപ്പം വെള്ളം കോയിലടിച്ച് പോകുന്നുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം വാങ്ങിക്കുക ചെയ്യുന്നത്, ചൂടുവെള്ളം നമ്മൾ റോഡ് യൂസ് ചെയ്തിട്ടാണ് ചൂടാക്കുന്നത്. പക്ഷേ റോഡ് 2-3 ദിവസം കൂടി കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് നമ്മൾ 3-4 ദിവസം നമ്മൾ രാവിലെ നേരത്തെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 4th ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് കുളിച്ചിട്ട് കയറാൻ പറ്റിയത് ഓൾറെഡി ഞാൻ കുളിക്കാൻ പോയി വരുമ്പോഴേക്കും ലേറ്റായി. അത് കഴിഞ്ഞിട്ട് ഗ്യാസിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ആദ്യക്കൂട്ടിന് നോക്കുമ്പോൾ ഗ്യാസ് ചുടുവെള്ളം വെച്ചു, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തതും ഗ്യാസ് ഓൺ ചെയ്ത് 2 സെക്കൻഡ് പോലും നിന്നില്ല, അപ്പോഴും ഗ്യാസ് തീർന്നു. അവസാനം ഒന്നുമില്ല, ഇൻഡക്ഷൻ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇൻഡക്ഷൻ ഗ്യാസ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇൻഡക്ഷൻ സ്റ്റൗ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അതിൽ ചായ ഉണ്ടാക്കി ചുടുവെള്ളം കുടിക്കാനുള്ളത് കൊണ്ടുപോകാനുള്ളത് വെച്ചു. കുളിക്കാനുള്ളത് ചെറിയ ചൂട് വെച്ചിട്ട് ഒരുപാട് ടൈം എടുക്കും. നമുക്ക് ഗ്യാസ് കൂടി എളുപ്പം തിളച്ച് കിട്ടില്ലല്ലോ, ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ തൽക്കാലത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ചൂടാക്കി കൊടുത്തു. അപ്പോൾ അത് കൂട്ടി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അവന് പാവം ആലു പൊറോട്ട എന്ന് പറഞ്ഞിരുന്നിട്ട് അവസാനം ആലു പൊറോട്ടയ്ക്ക് വരും റസ്ക്കും ചായയും കൊടുക്കേണ്ട അവസ്ഥയായി. കാരണം അതിനകത്ത് വേറെ നമുക്ക് പാനോ കാര്യങ്ങളോ ഒന്നും ഇരിക്കില്ലല്ലോ ഇൻഡക്ഷനിൽ. അതിനനുസരിച്ചുള്ള പാനോ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ. നമ്മൾ ചുടുവെള്ളം ചൂടാക്കാൻ, ചോറ് വയ്ക്കാൻ, ചായ വയ്ക്കാൻ എന്തൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഇൻഡക്ഷൻ. അതുകൊണ്ട് നല്ല പടി കിട്ടി. പിന്നെ ചെറിയ തൊണ്ടവേദന ഉണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ സൈഡിലൊരു വേദന. അപ്പോൾ ഞാൻ ചൂടോടെ ചെറിയ ചായ കുടിച്ചിട്ട് പിന്നെ ആദ്യക്കൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ യൂണിഫോം ഒക്കെ നമ്മൾ രാത്രി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ മുകളിൽ ലേറ്റായി 7:10 വാന് വരാറായി. അപ്പോൾ അവൻ വിളക്ക് വയ്ക്കാൻ പോയിരിക്കും, കുളിച്ച് വന്ന് വിളക്ക് വയ്ക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ലല്ലോ ഒന്നും സംഭവിക്കുന്നത്. ഓരോ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കാന്ന് അറിയില്ല. ഇനിയിപ്പം ഒരു സിലിണ്ടറേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വിളിച്ച് പറയണം ഒരു 9-9:30 ആകുമ്പം. ആ സമയത്ത് പിന്നെ വൈകുന്നേരത്തെ നമ്മൾ കൊണ്ടുവരുമായിരിക്കും. അതുവരെ എന്തെങ്കിലും ചെയ്യണം, നോക്കാം. അല്ലെങ്കിൽ മമ്മിയുടെ വീട്ടിൽ പോയി കഴിക്കും, നോക്കാം എന്താ വെച്ചാൽ. അങ്ങനെ ഞാൻ വേഗം ചായയൊക്കെ കുടിച്ച് റസ്ക്കൊക്കെ കഴിച്ചു. ആ സമയം കൊണ്ട് ആദ്യം കുളിച്ച് വിളക്ക് വയ്ക്കുമായിരുന്നു. അങ്ങനെ അവൻ കുളിച്ച് വിളക്ക് വെച്ച് വന്ന ശേഷം പിന്നെ അവന് ഞാനും കൂടെ സംസാരിച്ച് അവനോട് ഞാൻ പറഞ്ഞു എളുപ്പം കഴിക്കുക ടോസ്റ്റൊക്കെ എന്ന് പറഞ്ഞു റസ്ക്. പിന്നെ വേഗം വന്ന് ഞാൻ തലയൊക്കെ ചീകി കൊടുത്ത് അതിന് സോക്സൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ എളുപ്പം അവൻ കഴിച്ച് ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് വാന് വന്നു. അപ്പോൾ എളുപ്പം ഞാൻ ഇടയ്ക്ക് വാനുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ വാന് വന്നു. പിന്നെ നമ്മുടെ പ്ലാൻസൊക്കെ ആദ്യയുടെ വാനിന് ഒത്തിരി ലേറ്റായി, 7:40 ആയി ഇപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വരില്ലായിരിക്കും എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലേറ്റായി, അവരുടെ ഫ്രണ്ടിൽ വരുന്ന കൊച്ചിട്ട് ലേറ്റായി, അതുകൊണ്ടാണ് ഗേറ്റിന് അങ്ങോട്ട് അയക്കാൻ പറ്റും. അവൻ ഗേറ്റിന് അങ്ങോട്ട് പോയി. അപ്പോൾ ഇന്നലെ നൈറ്റ് ആൻഡ് ഇന്ന് മോർണിംഗ് റുട്ടീൻ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പറ്റുവാണെങ്കിൽ ഞാൻ ആലു പൊറോട്ട ഉണ്ടാക്കുന്നത് ഇനിയിപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുമായിരിക്കും. മസാലയൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പറ്റുവാണെങ്കിൽ അത് മാത്രം ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ട് ഷോർട്സിൽ എന്തെങ്കിലും ഇടാണെങ്കിൽ ഇടാൻ നോക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, സീ യു.